സംശയം ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്ക് ബാക്കിലോട്ട്. കണ്ട നിരത്തി വെച്ചിരിക്കുന്ന 1,50,000 രൂപയുടെ സമ്മാനങ്ങൾ. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, ഫ്രയർ, തേപ്പ് വെട്ടി ഇവന് വേണ്ടി അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് കണ്ടോ? യെസ്. ഇതൊക്കെ നേടാൻ പോണ ആലപ്പുഴയിലെ ആ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ നാട്ടിലേക്ക് നേരത്തെ തന്നെ വന്ന ഇവിടെയുള്ളവരെയൊക്കെ ഓഡീഷൻ ചെയ്തിട്ട് അതിലുള്ള ഏറ്റവും മികച്ച 6 പേരെയാണ് നമ്മൾ ഈ വേദിയിലേക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ let us welcome the 6 contestants onto the stage. അളിയ ആ സൈഡ് ഒരു 2 സെന്റ് സ്ഥലം കൂടെ കിട്ടും ആ ചേട്ടന് നിൽക്കാൻ. എത്തുന്നില്ല എണ്ണീട്ടെ. ആരാ അളിയ അത്? അത് ഞാൻ ഇറക്കിയതാ. നിന്റെ ചെറിയ 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 ഉടായ്പൊക്കെ പൊക്കിയത് കൊണ്ട് ഞാൻ ഇറക്കിയതാ. അളിയ ആ ചേട്ടൻ ചില്ലറക്കാരനല്ലെന്നാണ് ഇവിടുന്ന് നാട്ടു സംസാരം. എന്താ പ്രശ്നം? അതായത് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ ലെവലിലൊക്കെ മിസ്റ്റർ ആലപ്പുഴ ആയിരുന്നടേ അങ്ങേര്. പേടിയില്ല, ഒരു ബഹുമാനം, ചെറിയൊരു ഭയം. ശരി, ഇവിടെ പങ്കെടുക്കാൻ താല്പര്യമുള്ള 2 പേർ കൂടെ അവസരം തരാം. ഈ സൈഡിൽ ഒരാൾ. നേരത്തെ വിജയ് സൂചിപ്പിച്ച പോലെ ആ ഓഡിഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി നിൽക്കുന്നത് അശ്വിനിയും നിസാമോൾക്കുമാണ്. നിസാമോൾക്ക് അശ്വിനിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത്. അപ്പൊ നിങ്ങൾക്കായിരിക്കും മുൻഗണന. അപ്പൊ ഞങ്ങളിപ്പോ ഒരു ജനറൽ നോളജ് ചോദിക്കാൻ പോകണം. 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ജനറൽ നോളജ് എന്ന് പറഞ്ഞപ്പോ തട്ടൊക്കെ ഇട്ട് കണ്ണൊക്കെ മറച്ച് ഞാനോ പോട്ടെ ചോദിക്കും. ആലപ്പുഴയുമായി ബന്ധപ്പെട്ട ഉത്തരം അറിയാമെങ്കിൽ കൈപൊക്കുക. ആലപ്പുഴയിൽ ഫേമസ് ആയിട്ട് നടക്കുന്ന ഒരു വള്ളം കളിയുണ്ട്. അതിന്റെ പേരെന്താണ്? ഓക്കെ, അശ്വിനി എന്റെ അടുത്ത് ഉത്തരം പറഞ്ഞു. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വള്ളംകളി നടക്കുന്ന കായലും കൂടെ ഏതാണെന്ന് പറയണം. അതറിയാവോ? ആ കായലിന്റെ പേര് അറിയാവോ? അതെവിടെ? അശ്വിനിക്ക് അറിയാന്ന് കേട്ടോ. അശ്വിനിക്ക് അറിയാം. അശ്വിനി പറ. അശ്വിനി ഓക്കെ ചേച്ചി പറഞ്ഞേ ആദ്യം. 2 ചോദ്യം ചോദിച്ചു. 2-നുള്ള ഉത്തരം നമ്മുടെ അശ്വിനി കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അളിയാ ഇവിടെ അത് തന്നെയാണ് അവസ്ഥ. അപ്പൊ എന്തായാലും ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ നിസാമോളിനെയും അശ്വിനിയെയും മത്സരത്തിലേക്ക് അങ്ങോട്ട് എടുത്താലോ? അപ്പോ ബാക്കി വന്നവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കുള്ള അവസരം പുറകെ വന്നോളും. ഇതിൽ ഒരാൾ ഔട്ട് ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും ചാൻസ് കിട്ടുന്നതാണ്. ഓക്കെ, എന്റെ ടീമിൽ നിൽക്കുന്ന എന്റെ സ്വന്തം കൊച്ചിനെ പരിചയപ്പെടാം. പറയൂ, പേര് പറയൂ. എന്റെ പേര് അശ്വിനി. അശ്വിനി എന്ത് ചെയ്യുന്നു? ഞാൻ ആര്യാട് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അടിപൊളി തുമ്പോളി എന്ന് പറയുന്ന തീരദേശ ഗ്രാമത്തിന്റെ വാർഡ് മെമ്പറും ആണ്. അടിപൊളി. നിലവില് MSW കഴിഞ്ഞു. ദെൻ MA സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പഠനവും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അടിപൊളി, സൂപ്പർ. ഇനിയാണ് ആലപ്പുഴക്കാര് ജയിക്കാൻ പോകുന്ന ടീം മെമ്പറിനെ പരിചയപ്പെടാൻ പോകുന്നത്. പറഞ്ഞാലും ഭവതി. എന്റെ പേര് നിസാമോൾ. ഞാൻ MO വാർഡിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ ടീമിന് വേണ്ടി, അതായത് നിസാമോളും ഈ സൈഡും എന്റെ ടീമാണ്. അപ്പൊ നിങ്ങൾ ചങ്ക് പറിച്ച് എന്റെ കൂടെ നിന്നോണം കേട്ടാ. നമ്മുടെ ടീമാണ്. ഒന്ന് ആഞ്ഞ് കൈയടിച്ചെല്ലാം കൂടെ. കമാൺ. അപ്പൊ നമ്മുടെ അശ്വിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഈ ടീം ഇവിടെ ഉള്ളവരെയൊക്കെ നന്നായിട്ടൊന്ന് കൈയടിച്ച്. അപ്പൊ നമ്മൾ ആദ്യത്തെ ലെവൽ മത്സരത്തിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ലെവൽ മത്സരത്തിൽ വിജയിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 5000 രൂപ വിലമതിക്കുന്ന ഒരു എയർ ഫ്രയറും ആൻഡ് അയൺ ബോക്സ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെവലിലെ ഗെയിം എന്താണെന്ന് നോക്കാം. നമ്മുടെ സെറ്റപ്പ് കണ്ടു. വളരെ സിമ്പിൾ പരിപാടിയാണ്. 2 കുപ്പിയുണ്ട്, താഴെ കുറച്ച് മുത്തുണ്ട്. നിങ്ങൾ ഈ empty ആയിട്ടുള്ള കുപ്പിയിലേക്ക് ഇത് ഇങ്ങോട്ട് നിറയ്ക്കണം. കിട്ടാൻ പോകുന്ന സമയം 1 മിനിറ്റ് ആണ്, 60 സെക്കൻഡ് ആണ്. അപ്പൊ ഈ 60 സെക്കൻഡിനുള്ളിൽ ആരാണ് ഇത് എളുപ്പം കംപ്ലീറ്റ് ചെയ്യുന്നത്, ഒന്നീ അങ്ങനെ, അല്ലെങ്കിൽ 60 സെക്കൻഡിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലെവല് ആരാണ് എത്തിയിരിക്കുന്നത് അവരായിരിക്കും വിജയിക്കുന്നത്. 3, 2, 1 ഗോ. ഒരുപാട് ഷേക്ക് ചെയ്യണ്ട. വെരി ഗുഡ് അശ്വിനി. അടിപൊളി, സൂപ്പർ. സിമ്പിൾ പരിപാടിയാണ്. കഴിഞ്ഞ കുറച്ചുകൂടെ ഇനി സ്ലോ ആക്കാം. എവിടെടാ നിന്റെ ഗ്ലൂക്കോസ് കുപ്പി? തോൽവി നിന്നാണ് നമ്മൾ ജയത്തിലേക്ക്
വരുന്നത്, അല്ലെ ജയത്തിന്നല്ല തോൽവിയിലേക്ക് വരുന്നത്. അതാണ് spirit. ഞാനിത് മനപ്പുറം ഞങ്ങൾ തോറ്റു വന്നതാണ്. തോറ്റ് കഴിയുമ്പോൾ എന്ത് പറയും? നിങ്ങളുടെ ആവേശം ഞങ്ങൾ തല്ലിക്കെടുത്തില്ല. കേറുമോളെ നമ്മള് വിട്ട് തന്നെ, വെറുതെ വിട്ട് തന്നു. അങ്ങനെ ലെവൽ 1-ൽ നിസ്സാരമായി വിജയിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം അശ്വിനി നേടിയിരിക്കുന്നു 5000 വിലമതിക്കുന്ന സമ്മാനങ്ങൾ. അശ്വിനി ഇപ്പൊ ഇവിടെ വന്ന് ഫസ്റ്റ് ലെവൽ ജയിച്ചിരിക്കുകയാണ്. ഇതിനൊരു പർപ്പസ് ഉണ്ടല്ലോ, എന്തോ ഒരു ലക്ഷ്യത്തോടെ, ഈ 1,50,000 അതിന് മുകളിൽ എന്തോ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അശ്വിനി ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് ആ ലക്ഷ്യം, പറയൂ. എന്റെ ഏതൊരു ഉദ്യമത്തിന്റെ പിന്നിലും എന്റെ എപ്പോഴും ആലോചിക്കുന്നത് എന്റെ വാർഡുകാരെ കുറിച്ച്, എന്റെ തുമ്പോളിക്കാരെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോ ഇവിടുന്ന് കിട്ടുന്ന എന്താണോ അതിന് ഏറ്റവും അർഹതയായ ഒരു വ്യക്തിക്ക് വേണ്ടി അത് കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമുള്ളത്. അതാണ് അശ്വിനി. പൂജയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുണ്ടല്ലോ, കുട്ടിയുടെ അച്ഛൻ ആരാണെന്നുള്ളത് ആദിയുടെ വീട്ടുകാർക്ക് വല്ല ബോധ്യം ഉണ്ടോ? അതിനെ കുറിച്ച് കൃത്യമായിട്ട് വല്ല ഐഡിയ ഉണ്ടോ? ആ ചിരിക്കുന്നു, അതാ ചേച്ചിക്കാണ് നാണം. പൂജ പറ, അറിയാവോ അവന്റെ വീട്ടുകാർക്ക്? നമ്മുടെ ജയശങ്കിനി മുത്തശ്ശി എന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോ എനിക്ക് ആക്ച്വലി ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഓഫ് അതർ പല കാരണങ്ങൾ കൊണ്ട് കൊടുത്തില്ല. കാരണം അതല്ലേ അങ്ങനെ നമ്മൾ പറയാൻ ബുദ്ധിമുട്ടാണല്ലോ. ആദിയുടെ ചേച്ചിയുണ്ട്, ആമി ചേച്ചി. അപ്പോ ആമി ചേച്ചിക്ക് ഇതറിയാം ത്രൂ നമ്മുടെ വീട്ടിലെ വേലക്കാരി ഗോമതി. സോ ഇവർക്ക് രണ്ടുപേർക്കും അറിയാവുന്നത് കൊണ്ട് ആമി ചേച്ചിക്ക് എന്നോട് കുറച്ച് ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അളിയ, ഇത്രയും നേരം നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനും കൂടെ നമ്മൾ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിലേ ആ മുഖമൊക്കെ അങ്ങോട്ട് വാടും. അതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് ഗിഫ്റ്റ് നമ്മൾ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കാൻ പോവുക. നിങ്ങൾക്കാണ് സമ്മാനം തരാൻ പോകുന്നത് കേട്ടോ. ആരാണ് ആദ്യം കൈപൊക്കുന്നത് അവർക്കായിരിക്കും പറയാനായിട്ടുള്ള ചാൻസ് കിട്ടുന്നത്. ആദിയുടെ ചേച്ചിയുടെ പേര് എന്താണ്? ആമി ചേച്ചി. കറക്റ്റ് ആൻസർ. വരണം. ഡെന്റോ ക്ലിനിക് ജർമ്മൻ ഡിസൈൻ ടൂത്ത് ബ്രഷ് ആണ് ചേച്ചിക്ക് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. ആദിയുടെ വീട്ടിൽ എത്ര ഗർഭിണികളുണ്ട്? 2 പേര്. ആരൊക്കെയാണ്? ആമിയും പൂജയും. ആമിയും പൂജയും. കറക്റ്റ് ആൻസർ.